അപ്പോൾ നമ്മുടെ ജയജയുടെ ഒരു ബ്രേക്ക് മാങ്ക ഇറങ്ങി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാത്തവരെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിൽ നമ്മുടെ UG ഇൻട്രൊഡ്യൂസിനെ ഇപ്പം നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഓൾഡ് യുജിനെ ആണെങ്കിൽ ഒരു യങ് വെർഷനായിട്ടുള്ള യുജിനെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം നമ്മുടെ UG ഒരിക്കലും വയസ്സാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ UGയുടെ ലൈഫ് ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്. എന്താണെന്ന് വെച്ചാൽ തന്റെ ഫ്രണ്ട്സ് ഒക്കെ വയസ്സായി മരിക്കുന്നത് തനിക്ക് തന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ UG ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ UG ആയിക്കോട്ടെ നമ്മുടെ സുക്കൂണയുടെ എല്ലാ പവേഴ്സും ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UG ഏകദേശം സുക്കൂണിനേക്കാൾ പവർഫുൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഇവര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ഇപ്പം പോകുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് സുക്കൂണയുടെ ഒരു തിരിച്ചുവരവ് കാണാൻ കഴിയും. ഒരു പക്ഷേ നമ്മുടെ സുക്കൂണ ഇതിലൊരു നല്ല ക്യാരക്ടറായിരിക്കും. നല്ല ക്യാരക്ടറാണെന്ന് വെച്ചാൽ ഒരു ആന്റി വില്ലൻ നമ്മുടെ OB2 നാടകമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ സുക്കൂണ തിരിച്ചു വരാൻ പോകുന്നത്. കാരണം ഇപ്പം നമ്മുടെ ഭൂമിക്ക് വലിയ രീതിയിലുള്ള ത്രെഡ്സ് ആണുള്ളത്, അതും ഏലിയൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സുക്കൂണ നമ്മുടെ സ്റ്റോറിയിൽ തിരിച്ചു വരുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് നമ്മുടെ സുക്കൂണയുടെ തിരിച്ചു വരുന്നതിനായി കാത്തിരിക്കുന്നുണ്ടെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കീ ചെയിൻസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ പിന്നീട് വെച്ചിട്ടുണ്ട്. ഇത് ആനിമൽസിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് പർച്ചേസ് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ.